വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. രണ്ടും ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 മുതൽ 1922 വരെ. നിയമലംഘന പ്രസ്ഥാനം 1930 മാർച്ച് 12. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ആദ്യം പൂനെയിൽ ആയിരുന്നു സ്ഥാപിതമായത്. പിന്നീട് ഇത് മുംബൈയിലേക്ക് മാറ്റി. ഡോക്ടർ കേശവ് കാർവെ ആണ് ഇത് സ്ഥാപിച്ചത്. സ്ഥാപിതമായ വർഷം 1916 ജൂലൈ 5. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. 1923 ജനുവരി 1 അലഹബാദിലാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ആദ്യ അധ്യക്ഷൻ CR ദാസായിരുന്നു. ആദ്യ ജനറൽ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏതു സംഭവവുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ. ഗ്ലോറിയസ് വിപ്ലവം. ഈ വിപ്ലവം 1688-1689 കാലഘട്ടത്തിലായിരുന്നു. ഇത് രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പുറംതോട്, മാൻഡിൽ, ആന്തര അകക്കാമ്പ്, ബാഹ്യ അകക്കാമ്പ്. ഉത്തരം ഓപ്ഷൻ ബി. മാൻഡിൽ. പുറംതോടിന് താഴെയും അകക്കാമ്പിന് മുകളിലായും സ്ഥിതി ചെയ്യുന്നു. പരുത്തിക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററേറ്റ് മണ്ണ്, ചുവന്ന മണ്ണ്. ഉത്തരം കറുത്ത മണ്ണ്. ഡക്കാൻ ദ്രാബ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനിപ്പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഹിമാലയൻ ഓറോജനി സമയത്തു രൂപം കൊണ്ട മടക്ക് പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. തൃതീയ കാലഘട്ടത്തിലെ സമുദ്ര അതിർത്തികൾ മൂലം രൂപം കൊണ്ട ഒരു തീരപ്രദേശമാണിത്. ഉത്തരം ഓപ്ഷൻ ബി. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏത്? ഇലുമനേറ്റ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? 2015. 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകൃതമായത്. പ്ലാനിംഗ് കമ്മീഷനു പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? അശോക് കുമാർ ലാഹിരി.
ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി. സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 1976-ലാണ് 42ാം ഭേദഗതി നടപ്പിലാക്കിയത്. ഇത് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? അക്കാമ്മ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടുകൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം.പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ എം.പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ എം.പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. ലോക്സഭയിലെ മുഴുവൻ എം.പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ എം.പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയമേത്? ഉത്തരം ഓപ്ഷൻ ബി. വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ സി. 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭയുടെ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 10 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണ്. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട്. ഉത്തരം ഓപ്ഷൻ എ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929-ലാണ്. കൊച്ചി കുടിയായ്മ നിയമം 1914. പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂർ മഹാരാജാവ് ആയിരുന്ന ആയില്യം തിരുനാളും ദിവാൻ മാധവറാവുവും ചേർന്ന് പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് 1957. 2007-ലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉള്ള പ്രവർത്തികൾ ഏറ്റെടുത്തു നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024-ലെ കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാഡോണിൻ.